ഓഫീസ് കെട്ടിട വിവാദത്തിൽ വി.കെ. പ്രശാന്ത് എം.എൽ.എക്കെതിരെ മുൻ എം.എൽ.എ കെ.എസ്. ശബരിനാഥൻ. എം.എൽ.എ ഹോസ്റ്റലിൽ പ്രശാന്തിന് മുറിയുണ്ടെന്നും പിന്നെ എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതെന്നും ചോദ്യം. എന്നാൽ നൽകുന്നത് മാന്യമായ വാടകയാണെന്നും വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പരാതി നൽകുമെന്നും വി.കെ. പ്രശാന്ത് പ്രതികരിച്ചു. നിയമസഭയുടെ എം.എൽ.എ ഹോസ്റ്റലുള്ളത് വി.കെ. പ്രശാന്തിന്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിംഗും തുടങ്ങി എല്ലാ സൗകര്യവുമുണ്ട്. നിള ബ്ലോക്കിൽ 31, 32 നമ്പറിൽ 2 ഓഫീസ് മുറികൾ പ്രശാന്തിന് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നും ചോദ്യം. ഈ മുറികളിൽ ആരു താമസിക്കുന്നു എന്ന് എം.എൽ.എ വ്യക്തമാക്കണം. പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നും ശബരിനാഥൻ ആവശ്യപ്പെട്ടു. പ്രധാനപ്പെട്ട വിഷയം എം.എൽ.എ ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ 31, 32 എന്നുള്ള 2 മുറികൾ ശ്രീ വി.കെ. പ്രശാന്ത് എം.എൽ.എക്കുണ്ട്. ഇപ്പോൾ എം.എൽ.എമാർക്ക് എല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് എം.എൽ.എ ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു. പക്ഷേ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ എം.എൽ.എ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ്. ആ എം.എൽ.എ ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിൻ്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്, 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ക്ലിയർ ആണ് ഈ നിലപാട്. 31, 32 നിള ബ്ലോക്കിലെ ആ 2 മുറികളിൽ എന്തുകൊണ്ട് ശ്രീ വി.കെ. പ്രശാന്ത് പോകുന്നില്ല? അവിടെ വേറെ ആരെങ്കിലും താമസമുണ്ടോ? വേറെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? എന്നാൽ മാന്യമായി വാടക കൊടുക്കുന്നുണ്ടെന്നും സൗജന്യമായും കുറഞ്ഞ വാടകയ്ക്കുമാണ് പല എം.എൽ.എമാരും ഉപയോഗിക്കുന്നതെന്നുമാണ് വി.കെ. പ്രശാന്തിന്റെ വിശദീകരണം. വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാനുള്ള ബി.ജെ.പി തന്ത്രത്തിന് ശബരിനാഥ് കൂടെ പിടിക്കുകയാണെന്നും എം.എൽ.എ പ്രതികരിച്ചു. ഒരുപക്ഷെ ബി.ജെ.പിയുടെ അജണ്ട ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ വല്ലാത്ത നിലയിൽ എം.എൽ.എയെ വ്യക്തിഹത്യ നടത്തി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബി.ജെ.പിയും കോൺഗ്രസും ഇന്നിപ്പോൾ ലക്ഷ്യമിടുന്നത്. ബി.ജെ.പിക്ക് കൊടപിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ്. അതേസമയം ഓഫീസിന്റെ വാടക കരാർ പരിശോധിക്കുകയാണെന്ന് മേയർ വി. രാജേഷ് പ്രതികരിച്ചു. നിയമപരമായിട്ടുള്ള സാധ്യതകളെല്ലാം തന്നെ ഞങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ ഞങ്ങളതിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വ്യക്തിപരമായുള്ള കാര്യങ്ങളിലല്ല, മറിച്ച് നിലവിലുള്ള നിയമം അനുസരിച്ച് കോർപ്പറേഷൻ്റെ കെട്ടിടം ഒരു വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുത്താൽ ആ വ്യക്തി മരണപ്പെട്ടാൽ അത് തിരിച്ചതിൻ്റെ ഓണർഷിപ്പ് കോർപ്പറേഷനിലേക്ക് വരും. ആ വ്യക്തി മൂന്നാമതൊരു വ്യക്തിക്ക് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടത് തിരിച്ച് കോർപ്പറേഷനിലേക്ക് വരും. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് 20-30 വർഷം മുമ്പ് പലർക്കും കരാറ് കൊടുത്തവർ സബ്ലീസ് കൊടുത്തിട്ടുണ്ട്, പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ നിയമപരമായി ഞങ്ങൾ പരിശോധിച്ചു. പല കൗൺസിലർമാർക്കും ഇരിക്കാൻ പോലും സൗകര്യമില്ല. ആരാണ് സൗകര്യമൊരുക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യണം. കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്നും മേയർ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.